ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ്. ഒരു ടിപ്സ് അല്ല, കുറച്ച് ടിപ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ലേഖടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരി ഒരുപാട് വേവുള്ള അരിയാണെങ്കിൽ നമുക്ക് 1-2 മണിക്കൂർ വേണം അല്ലേ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കുറുവ അരിയാണ്. അപ്പോൾ ഒരുപാട് വേവുണ്ട്. ഞാൻ എന്താ പറയുക, ചോറ് വെക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ ഞാൻ അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കും. ഒരുപാട് ചൂടുള്ള വെള്ളം വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോറായി കഴിഞ്ഞാൽ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് വെള്ളം വരും അതിൽ നിന്ന്. അങ്ങനെ വേണ്ട, ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിന്നെ ടിപ്പ് നമ്പർ 2 എന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയുടെ ബ്ലേഡ് എത്ര നമ്മൾ മഞ്ഞയുള്ള കറിയൊക്കെ അരക്കുമ്പോൾ നന്നായിട്ട് കറ വരും അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, കുറച്ച് ഉപ്പ്, കല്ലുപ്പ് തന്നെ എടുക്കണം. കല്ലുപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡിൽ ഒരു ടീസ്പൂണോളം ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ട അത്ര എടുക്കുക. ഇത് ഒരുപാടുണ്ടാവും, ഒരു പിടി ഉപ്പ് ഇട്ടാൽ തന്നെ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട്, ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത് ഇതുപോലെ നല്ല വെള്ള ഒരു ലിക്വിഡ് പോലെ കിട്ടും. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പം തന്നെ നമ്മുടെ മിക്സിയുടെ കറയൊക്കെ പകുതി പോയതായിരിക്കും. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ടിട്ട് ഒരിക്കലും മിക്സിയുടെ ജാറ് കഴുകരുത് കേട്ടോ. ആ സ്ക്രബ്ബറിൻ്റെ കണ്ണിയൊക്കെ എവിടെയും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേയില്ല. പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരതിട്ട് അരക്കും, അതിൻ്റെ പൊടി നമ്മുടെ വയറ്റിലേക്ക് പോകും, ബ്ലഡ് വെസൽസിലേക്ക് പോകും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുക. പരമാവധി നിങ്ങൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ മാക്സിമം നിങ്ങൾ വീട്ടിൽ നിന്നേ ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്ത് നിങ്ങൾ നോക്കി, നമ്മളെ മിക്സി നല്ല പള തിളങ്ങുന്നുണ്ടാവും. അതോടുകൂടെ നമുക്ക് നല്ലൊരു ലിക്വിഡും കൂടെ കിട്ടി. ഇനി ആ ലിക്വിഡ് നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ മിക്സി ഉണ്ടോ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉരച്ച് കഷ്ടപ്പെടേണ്ട ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഈ ലിക്വിഡ് കൊണ്ട് നമുക്കൊരു പണിയുണ്ട്, വാക്കാൻ ചേരാം. എന്താ വെച്ചാൽ, ഞാൻ ഈ ലിക്വിഡ് ഒരു പാത്രത്തിലേക്ക്, അതായത് ഒരു കപ്പിലേക്ക്, നമ്മുടെ കുളിമുറിയിലൊക്കെയുള്ള കപ്പിലേക്ക് മാറ്റിയിട്ട്, നമ്മുടെ കുളിമുറിയിലേക്ക് ടൈലിങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലെ വെള്ള ടൈലും കുറച്ച് പഴകിയ ടൈലുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് കച്ചറ ഉണ്ടാവും. അപ്പോൾ ഇതൊരു നമ്മുടെ എന്താണ് ടോയ്ലറ്റൊക്കെ, അതായത് ബാത്റൂം തേച്ച് കഴുകാൻ എടുക്കുന്ന ആ ഒരു ഇതെടുത്തിട്ട് ഈ ലിക്വിഡ് ഒരല്പം എടുത്തിട്ട് നമ്മൾ തേച്ച് കഴുകി നോക്കുക. നമ്മുടെ ബാത്റൂം ഉണ്ടല്ലോ നന്നായിട്ട് തിളങ്ങും. എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോർ ക്ലീനറൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് കഴുകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പണിയിൽ തന്നെ നമുക്ക് 2-3 പണികൾ ഒരുങ്ങി കിട്ടും അല്ലേ. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്. മിക്സിയും വൃത്തിയായി, ഫ്ലോറും വൃത്തിയായി. അപ്പോൾ ഇനി ഒരു അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ സ്ലൈഡ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ പോയ സ്ലൈഡൊക്കെ ഉണ്ടാവില്ല, പുതിയ സ്ലൈഡ് വേണമെന്നോ യാതൊരു നിർബന്ധമില്ല. പോയ സ്ലൈഡൊക്കെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ മണി പ്ലാന്റ് ഇതുപോലെ മേലത്തെ ടെറസിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ മേലെ നിന്ന് ചട്ടിയിൽ വളർത്തിയിട്ട് താഴേലേക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാങ് ചെയ്ത് അവിടെ നമ്മൾ കർട്ടൻ പോലെ മറച്ച് വെക്കാനാണ്. താഴോട്ടേക്ക് വന്നത് പിന്നെയും നമ്മൾ വെറുതെ താഴോട്ടേക്ക് കിടന്ന് പിന്നെയും മേലോട്ടേക്ക് പോകുന്നതിന് പകരം പുതിയ ശാഖകൾ അതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കാനും ആ പ്ലാന്റ് നശിച്ചു പോകാതിരിക്കണം. പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും ഒരു വാട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഒഴിഞ്ഞ ചട്ടിയിലോ ഉള്ള ചട്ടിയിലോ ആയാലും കുഴപ്പമില്ല, സ്ലൈഡ് വെച്ചിട്ട് മണ്ണിലേക്ക് ഇതുപോലെ നോട് വരുന്നിടയ്ക്ക് താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു 4 ദിവസത്തിനുള്ള പുതിയ വേരും വരും. അതൊരു പുതിയ പ്ലാന്റായിട്ട് മാറുകയും ചെയ്യും. മുറിച്ച് കളയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ പുതിയ പ്ലാന്റായിട്ട് മുറിച്ച് കളയുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെയാണിത്. നമ്മൾ പണികളും എളുപ്പമാക്കി തരും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത ചില സംഭവങ്ങളായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ.